അങ്ങനെ അതിനുശേഷം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പുതിയൊരു കഥാപാത്രത്തെയാണ്. ഇവന്റെ പേര് യു എന്നാണ്. യു ആണെങ്കിൽ ഇപ്പൊ മാളിലൂടെ നടന്നു പോകുന്ന സമയത്ത് അതേ മാളിലെ ഒരു ഷോപ്പിലാണ് ലിൻ ഇപ്പോ വർക്ക് ചെയ്യുന്നത്. ഇവള് മുന്നേ തന്നെ മേക്കപ്സിന്റെ പ്രോഡക്റ്റ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ഷോപ്പിലാണല്ലോ നിന്നത്. അതുപോലത്തെ ഒരു ഷോപ്പിൽ തന്നെയാണ് ഇവള് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാണ്. സോ ഇവള് പെട്ടെന്ന് അവിടെ യുവിനെ കാണുമ്പോ ഇത് യു അല്ലേ, ഇവനെന്താ ഇവിടെ എന്നാണ് ചിന്തിക്കുന്നത്. സോ ഇവള് പുറത്തേക്ക് വന്ന് അവനെ നോക്കുന്നു, പക്ഷേ കാണാനാവുന്നില്ല. അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇവൾക്ക് കസ്റ്റമറും കൂടി വരുന്നത് കൊണ്ട് അവനെ ഒട്ടും കണ്ടുപിടിക്കാനാവുന്നില്ല. ഈ ഒരു കസ്റ്റമർ മറ്റാരുമല്ല, ഇവളുടെ കൂടെ താമസിക്കുന്ന ഒരു ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളാണ്. ഇവളുടെ പേര് ഗുവാൻ എന്നാണ്. ഇവളാണെങ്കിൽ ലിനിന്റെ ഷോപ്പിലേക്ക് എത്തിയിട്ട് ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കുന്നു. പക്ഷെ ഒന്നും തന്നെ മേടിക്കുന്നില്ല. ഇതുവളെ ഇന്ന് തുടങ്ങിയതല്ല, ഒരാഴ്ചയായിട്ട് ഇങ്ങനെ തന്നെ വന്നു പോക്കാണ്. ട്രയൽ ചെയ്ത് നോക്കി എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ട് പോകും, പക്ഷെ ഒന്നും തന്നെ വാങ്ങില്ല. അവൾക്ക് വേണ്ട മേക്കപ്പും കാര്യങ്ങളെ ഇട്ടിട്ട് പുറത്തു പോകും. സോ ഇവളെ ഇന്നും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലിന്നാണെങ്കിൽ അത് തടഞ്ഞിട്ട് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറയുന്നു. അപ്പോൾ ഇവള് ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ, ടെസ്റ്റ് ചെയ്ത സാധനം വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലിൻ, നിങ്ങളിത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി മാഡം, ആഴ്ചയിൽ 6 തവണ മാത്രമേ ട്രയൽ ഫ്രീ ഉള്ളൂ, ഇനി എന്തായാലും ഫ്രീ തരാൻ പറ്റില്ല മാഡം എന്ന് പറയുമ്പോൾ ഇവള്, ഇതെനിക്കറിയോ, നേരത്തെ പറയണ്ടേ, എന്തായാലും ഈ ഒരു കാര്യം സൂക്ഷിച്ചു വെച്ചേക്ക്, ഒരുപാട് ഫ്രോഡ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, മോൾ എന്തായാലും ജോലിയിൽ ഫോക്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നൈസിന് അതിന്റെ ബില്ലൊന്നും പേ ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതിനുശേഷം ലിന്നാണെങ്കിൽ തിരിച്ച് ഇവളുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് ആ ഗുവാനോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കാനായിട്ട് പോകുന്നു. പക്ഷെ അവളാണെങ്കിൽ അപ്പോൾ അവളുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കാര്യം ഇവളെ പുറത്തുനിന്ന് കേൾക്കുന്നു. ഗുവാൻ പറയുന്നത്, അമ്മേനെ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അമ്മ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയും ഇവളോട്, നീ സമയത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കണം, എത്ര ബുദ്ധിമുട്ടാണ് നീ പൈസ അയക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നീ ഫുഡ് കഴിക്കാതെ പൈസ സേവ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇവള്, ഇല്ല മേന, നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഹാപ്പിയാണ്, ഞാനിവിടെ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. സോ ഗുവാൻ അങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ലിന്നാണെങ്കിൽ അവരുടെ ആ ഒരു സംഭാഷണം കേട്ടിരുന്നല്ലോ, അവളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ലിൻ കേട്ടിരുന്നത് കൊണ്ട് തന്നെ ലിനിന്റെ കയ്യിലുള്ള ഒരു മേക്കപ്പ് കിറ്റ് ഇവൾക്ക് കൊടുക്കാണ്. അപ്പൊ ഇവള്, ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ലിൻ, ഇതെല്ലാം നീ ട്രയൽ എടുത്ത പ്രോഡക്ട്സ് തന്നെയാ, ഇനി നീ മേക്കപ്പ് ഇടാനായിട്ട് ഷോപ്പിലേക്ക് വരണമെന്നില്ല, വീട്ടിൽ തന്നെ ഇടാം എന്ന് പറഞ്ഞ് ഒരു ലോഡ് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇവളാണെങ്കിൽ അത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് നോക്കാണ്. ഇവള് ലിനിനോട് ഒട്ടും കമ്പനി ഇല്ലാതിരുന്നിട്ട് പോലും ലിൻ നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത്. ശരിക്കും ഇവൾ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തതിന് കാരണം ഇവളുടെ കയ്യിൽ അത് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവളെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് മേക്കപ്പ് ആവശ്യമാണ്. സോ ആ ഒരു എളുപ്പ വഴി നോക്കിയതാണ്. ഇപ്പോ ലിൻ തന്നെ അതുകൊണ്ട് ഇവളോട്, ഇത് നീ എടുത്തോ, വെറുതെ എന്നെ തുറച്ചു നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവളെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് മാനേജർ ആണെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് പോയി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അയാൾക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ ഇവളോട് വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുന്നു. പക്ഷെ ലിൻ ആണെങ്കിൽ ആ ഒരു ബോക്സ് ഒറ്റയ്ക്ക് താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ വെയിറ്റ് ആണെങ്കിൽ ഇവൾക്ക് താങ്ങാനാവാതെ ആ ഒരു ബോക്സ് ഇവളുടെ കയ്യിലോട്ട് വന്ന് വീഴാണ്. സോ കൈ നല്ല സീനായിരിക്കാണ്. ഇവളാണെങ്കിൽ വേദന എടുത്ത് നല്ലതുപോലെ നിലവിളിക്കാണ്. സോ ഇവൾക്ക് വയ്യ എന്ന് മനസ്സിലാക്കി മാനേജറും, നീ ജോലിക്ക് നിൽക്കണ്ട, ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും ഡോക്ടറെ കാണാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇവളുടെ കൂടെ തന്നെ ആ ഒരു റൂംമേറ്റ് ആയിട്ടുള്ള ഗുവാനും ഉണ്ട്. ഇവള് തന്നെയാണ് ലിനിന് വേണ്ടിയുള്ള ടോക്കനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. അപ്പോൾ ലിൻ ഇവളോട് താങ്ക്സ് പറയുമ്പോൾ ഗുവാൻ, നമ്മൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ ലിന്നും ഇവളോട്, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും നല്ല കമ്പനി ആയിട്ട് കൂടാവുകയാണ്. അപ്പോൾ ലിൻ ഇവളോട്, നിനക്ക് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ, നീ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവളും അകത്ത് ഡോക്ടറിനെ കാണാനായിട്ട് കയറിയിരിക്കുകയാണ്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇവളുടെ ഷോൾഡർ ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവളോട് കുറച്ച് നാളത്തേക്ക് ഈ ഒരു ബാഗ് യൂസ് ചെയ്തോളാനായിട്ട് പറഞ്ഞിട്ട്, ചിലപ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് ഫോഴ്സ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഇവള്, ഇനിയും വേദന ഉണ്ടാവോ, വേദന എടുത്താല് തീർച്ചയായും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, പക്ഷെ പൈസ ഒന്നും തരുമെന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട്, എനിക്ക് എപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് ചോദിച്ച് മാസ്ക് അഴിക്കുമ്പോൾ ഇവളെ ഷോക്ക് ആവുകയാണ്. ഇത് മറ്റാരുമല്ല, നമ്മൾ മുന്നേ തന്നെ കണ്ട യു ആണ്. ഇവള് മുന്നേ തന്നെ ഇവനെ മാളിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. ഇവർക്ക് രണ്ടുപേർക്ക് മുന്നേ അറിയാം, കാരണം ഇവര് ഒരുമിച്ച് പഠിച്ചവരാണ്. അത് മാത്രമല്ല, ഇവൻ ഇവളുടെ പണ്ടത്തെ ക്രഷ് ആയിരുന്നു. പക്ഷെ ഇവനൊരു ബുദ്ധിജീവിയും ഇവളാണെങ്കിൽ ഒരു മണ്ടബുദ്ധിയും ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരിക്കലും അവനോടുള്ള ഇഷ്ടം പറയാനായിട്ടില്ല, അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. യു ആണെങ്കിൽ എല്ലാത്തിലും നല്ല റാങ്കും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ അവന്റെ അടുത്തുനിന്ന് വളരെ അകന്നകന്ന് പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവനോടുള്ള ക്രഷ് ഇവളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൾക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട്, എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ എന്നെ കാണാൻ വന്നാൽ മതി, ഫീസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ ഇവളോട് വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ, ഞാൻ 2 മാസമായിട്ട് ഇവിടെയുണ്ട്, ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യു, അപ്പൊ നിന്റെ ഫാമിലി നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലിൻ ആണെങ്കിൽ, ഇല്ല, അച്ഛനും അമ്മയൊക്കെ നാട്ടിലാണ്, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവൻ, അപ്പോ ചായാൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു, അതായത് ഷുയാൻ.
ഇവൻ എങ്ങനെയാണ് അവളെ അറിയാവുന്നതെന്ന് വെച്ചാല് ലിനിന് ഇവനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് യു ഇഷ്ടപ്പെട്ടിരുന്നത് മറ്റാരെയുമല്ല, ഇവളുടെ അനിയത്തിയെ തന്നെയാണ്, ഷോയാനെ. ഇവൻ അന്ന് അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ ഷോയാനാണെങ്കിൽ ഇവനെക്കാട്ടിലും വലിയ പഠിപ്പിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ പ്രണയത്തിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, എനിക്കതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞ് ഇവനെ റിജക്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലെന്നിപ്പോ ഇവനോട് നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇല്ല, കോളേജും കാര്യങ്ങളൊക്കെ അവള് ഇവിടെ തന്നെയല്ലേ പഠിച്ചത്, ഞാൻ പിന്നെ അവളെ കണ്ടിട്ടൊന്നുമില്ല, നീ അവളുടെ നമ്പർ തരികയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം, നീ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ലെൻ ഇല്ല അതൊന്നും വേണ്ട, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല, എല്ലിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്, സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് റെഡി ആവാനായിട്ട് ഒരുപാട് ടൈം നീണ്ടുപോയെന്ന് വരും എന്ന് പറയുമ്പോൾ ഇവള് മടിച്ച് ഷോയാന്റെ നമ്പർ കൊടുക്കുന്നു. ഇവര് തമ്മിൽ ഇപ്പോൾ അത്ര നല്ല സെറ്റ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവളെ നമ്പർ കൊടുക്കാൻ മടിക്കുന്നത്, അവളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച്. സോ ഷോയാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷോയാൻ വരുന്നത് വരെ യുവും ഇവൾക്ക് അവന് ഓഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷോയാനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളും അങ്ങോട്ടേക്ക് എത്തുന്നു. ഷോയാനും അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവളെ വിളിച്ചത് യു ആയിരുന്നു എന്ന കാര്യം തന്നെ അറിയുന്നത്. ഇവളെ കാണുമ്പോൾ യുവിനും പണ്ട് ഇവളൊരു പ്രിയപ്പെട്ട വ്യക്തി ആയിരുന്നല്ലോ, അതിന്റേതായ ബ്ലഷും കാര്യങ്ങളൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അപ്പോ ഷോയാനാണെങ്കിൽ ലിനിനോട് അല്ല എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവള് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പരിക്ക് പറ്റിയതാ, നീ ബിസി ആണെങ്കിൽ പോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഷോയാൻ യുവിനോട് താങ്ക്സ് പറയുന്നു ഇവളെ ടേക്ക് കെയർ ചെയ്തതില്. അപ്പൊ ഇവനാണെങ്കിൽ വലിയ കാര്യത്തില് ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് പറയുമ്പോൾ ഇവളുടെ കയ്യിലുള്ള റിങ് ഇവൻ കാണുന്നു. സോ ഇവളോട് നീ മാരീഡ് ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ ലാസ്റ്റ് മന്ത് ആയിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഇവന് ചെറിയ നിരാശയാവുന്നു. അതുകൊണ്ട് തന്നെ ഷോയാനോട് ലിൻ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അവൻ പോകുന്നത് വളരെ നിരാശയിലാണ് ലിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം ഷോയാൻ ശ്രദ്ധിക്കുന്നു. മുന്നേ തന്നെ ഇവൾക്ക് അവനോട് ഒരു താല്പര്യമുള്ളത് ഇവൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതിനുശേഷം ഷോയാനും ഇവളോടൊപ്പം ഇവളെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ ഒരു അപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ ഇവളെ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലിനിനോട് പുതിയ ജോലിയായി പുതിയ റൂമായി ശരിക്കും നീ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിൻ ആ കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട എന്ന് പറയുന്നു. അപ്പോ ഷോയാനാണെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഫുള്ള് നോക്കിയിട്ട് നീ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറാനായിട്ട് പറയുന്നു. അപ്പോൾ ലിൻ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ നിനക്ക് പേഴ്സണൽ ആയിട്ട് ഒരു ബാത്റൂം പോലും ഇല്ല, വളരെ ചെറിയ റൂമാണ്, ഫർണിച്ചർ ഐറ്റംസ് ഒന്നും ഇല്ല, ഇവിടെ ഇനി താമസിക്കണ്ട, ഞാൻ വേറൊരു സ്ഥലം നിനക്ക് വേണ്ടി കണ്ടെത്തി തരാം എന്ന് പറയുമ്പോൾ ലിൻ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വീട് നോക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, നീ കാരണം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോൾ ഇവള് ഇന്ന് ഞാനല്ല നിന്നെ വിളിപ്പിച്ചത്, യു നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നോട് പറഞ്ഞത്, അല്ലാതെ പക്ഷെ ഞാൻ നിന്നെ വിളിക്കയില്ലായിരുന്നു, എവിടെയെങ്കിലും കിടന്ന് മരിച്ചാൽ പോലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷോയാൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഒന്നും പറയാതെ. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഇവള് കുറച്ച് ആൾക്കാരുമായിട്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലിന്നാണെങ്കിൽ താൻ ഇവിടെ നിന്ന് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷോയാനാണെങ്കിൽ കേൾക്കുന്നില്ല. അവരോട് ഇവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് മാറ്റാനായിട്ട് പറയാണ്. അപ്പോൾ ലിൻ ഷോയാനോട് ഇവരെന്തിനാ എന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് മാറുന്നില്ലെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ നിന്റെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ നിനക്ക് നാട്ടിൽ പോയി നിന്റെ പാരന്റ്സിനോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുമ്പോഴും ഇവള് ഞാനാണ് നിന്നെ കളി മൂത്തത്, നീയാണ് എന്റെ അനിയത്തി, നീ എന്നെ അതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ മര്യാദയ്ക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ഷോയാൻ കുട്ടിക്കാലം മുതൽ നീ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അതിനുള്ള കടപ്പാടായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ലിൻ കുട്ടിക്കാലത്തെ കടപ്പാടിന് നീ ഇപ്പോഴാണോ പ്രത്യുപകാരം ചെയ്യുന്നത്, എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവള് ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് തന്നെ പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഷോയാൻ നീ മാറുന്നില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ ഉറപ്പാണ് എന്ന് പറഞ്ഞത് കേട്ട് ഷോയാൻ ഓ ശരി ആയിക്കോട്ടെ, പക്ഷെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, എന്റെ പുതിയ അപ്പാർട്ട്മെന്റ് വരുന്നത് യുവിന്റെ നൈബർ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ വർക്കേഴ്സിനോട് ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചേക്ക്, ഇവൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോൾ ലിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേട്ട് അവള് അവിടെ വീണു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അത് കേൾക്കുന്ന താമസം പെട്ടെന്ന് തന്നെ അവരോട് പോയി അതെടുക്ക് ഇതെടുക്ക് പെട്ടെന്ന് എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ്. ഷോയാൻ അല്ലെങ്കിലും എല്ലാ കാര്യവും ഒരുപടി മുന്നേ മനസ്സിലാക്കിയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിൻ ആഗ്രഹിച്ചതുപോലെ യുവിന്റെ അതേ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് അവനെ എപ്പോഴും കാണാൻ സാധിക്കും. ഷോയാൻ ആണെങ്കിൽ ഇവളെ നോക്കാനായിട്ട് യുവിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ ഇവളെ എഴുന്നേൽക്കുമ്പോൾ ഇവൾക്ക് കൈവയ്യാത്തതാണ് എന്ന് മനസ്സിലാക്കി ഇവൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇവൾക്കും ഒരുപാട് സന്തോഷമാവാണ്. പക്ഷെ ഇവിടെ ഷെനിന്റെ ഫാമിലി ആണെങ്കിൽ ഇവര് ഒരു തുക ലിനിന്റെ ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഡൗറി ആയിട്ട്. പക്ഷെ ഇപ്പൊ ഇവരുടെ കല്യാണം മുടങ്ങി. അതുപോലെ തന്നെ ആ പൈസയ്ക്ക് അവളുടെ ഫാമിലി എങ്ങനെയാ യൂസ് ചെയ്തതെന്ന് ആർക്കറിയാം. പുതിയ കടയൊക്കെ വാങ്ങിയത് ആ പൈസക്കായിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും ആ പൈസ തിരിച്ചു കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഇവനെ പ്രഷർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനും ലിനിനെ മെസ്സേജ് അയച്ച് എന്റെ പാരന്റ്സ് നിനക്ക് തന്നിട്ടുള്ള തുക തിരിച്ചു വേണമെന്ന് പറയുന്നത്, പക്ഷെ എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാണ്. പക്ഷെ ഈ ഒരു മെസ്സേജ് പോകുന്നില്ല. ലിൻ ഓൾറെഡി തന്നെ ഇവനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇവൻ ഷോക്കായി പെട്ടെന്ന് തന്നെ അവളെ ഫോൺ എടുത്ത് വിളിക്കുന്നു. അതിലും അവള് ഇവനെ ബ്ലോക്ക് ചെയ്തു.
അതുകൊണ്ട് തന്നെ ഇവനും ഇപ്പോ അവളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവൻ നേരെ കാണാൻ വരുന്നത് പക്ഷേ ഷൂയാനെയാണ്, അവളുടെ ആ ഒരു ഓഫീസിലേക്ക്. എന്നാൽ അവിടുത്തെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇവനെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇവന് പാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോ ആ ഒരു സമയത്ത് ലിൻ ആണെങ്കിൽ അവരുടെ ഓഫീസിനടുത്തുള്ള ഒരു കഫേയിൽ യു ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലിന്നിനെ ടേക്ക് കെയർ ചെയ്തോളാന്ന് യു ഏറ്റതാണല്ലോ. സോ ആ ഒരു കാര്യങ്ങളാണ് ഇവരെ സംസാരിക്കുന്നത്. അപ്പോൾ ഷൂയാൻ ഇവനോട് അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും യു എന്നെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ഇവനും ഓക്കെ പറയുന്നു. സോ യു ഇവളോട് എനിക്കറിയാം നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ഒക്കെ, പക്ഷേ നീ ലിന്നിനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് ഒന്ന് ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ നിങ്ങൾക്കിടയിലുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, ഒരുപാട് ആരുമായിട്ടും ക്ലോസ് ആവാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോകുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഓഫീസിന്റെ പുറത്തു വന്ന് ഷെൻ ആണെങ്കിൽ ഇവളെ കാണുകയാണ്. എന്നിട്ട് നേരെ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇതാരാ, ഇവന്റെ റൂമിന്റെ അടുത്ത് നീ എന്തിനാ ലിനിനെ കൊണ്ട് താമസിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഷൂയാനും ഇവനെ അറിയാം. ഷെൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ലിൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്, അവൾ ആരെയൊക്കെ കാണുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇവൻ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൂയാനോട് അവൾ ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തത് നീ പറഞ്ഞിട്ടാണല്ലേ, നീ ആണല്ലേ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഷൂയാൻ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാം, നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ ഇവൾ ഇവനോട് പറയുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ കേൾക്കുന്നില്ല. ഇവൻ വിചാരിക്കുന്നത് ഷൂയാനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ്. പക്ഷെ ഷൂയാനാണെങ്കിൽ ഇവനോട് ഈ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത് ഇവൾക്ക് സേഫ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവനെ വിളിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ നീ എവിടെ പോവാടി എന്ന് ചോദിച്ച് ഇവളെ പിടിച്ച് തള്ളാണ്. പക്ഷെ യു ആണെങ്കിൽ ഉടനെ തന്നെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ല, ഇവനെയും പിടിച്ചു തള്ളുന്നു. സോ അവർ തമ്മിൽ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ആവുകയാണ്. ഷെന്നാണെങ്കിൽ വായി വരുന്നത് വിളിച്ചു പറയാണ്. പക്ഷെ ആ ഒരു സമയത്താണ് സിവയും ആ ഒരു കഫേയിലോട്ട് വരുന്നത്. അത് ഷൂയാൻ കാണുന്നു. സിവയാണെങ്കിൽ നേരെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാണുകയാണ്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ ഷൂയാനാണെങ്കിൽ സിവയെ അവിടെ കാണുന്നത് കൊണ്ട് തന്നെ ഷെന്നിനോട് നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്ന് കർക്കശമായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം സിവയാണെങ്കിൽ വളരെ ആകാംക്ഷയില് ഇവിടെ എന്താ നടന്നത് എന്ന് യുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കാണ്. അപ്പൊ ഇവനാണെങ്കിൽ അല്ല നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഷൂയാന്റെ കൊളീഗാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യു ഇല്ല എനിക്ക് അവരറിയില്ല മാഡം, ഞാൻ ജസ്റ്റ് അവരെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഷൂയാനാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കാണ് ഷെനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നോർമൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ഇവൻ അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഷൂയാൻ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല, നീ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നീ ലിന്നുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തേക്ക്, ഇനി അവളുമായിട്ട് ഒരു കണക്ഷനും വേണ്ട. രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് പറയുന്നത്, ഇനി അവളുടെ ലൈഫിൽ നീ ഇടപെടരുത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവളെന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയത് അവൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, അവൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല, ഞാൻ ഇതുവരെ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവൾ ഇപ്പോഴും എന്റെ ഫിയാൻസി തന്നെയാണ്, അത് നിന്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് പൈസ വാങ്ങിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇവള് എത്ര രൂപയാ, അത് ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ ഷെൻ ഇവിടെ പൈസ അല്ല പ്രശ്നം, എനിക്ക് അവളെ വേണം എന്ന് പറയുമ്പോൾ ഷൂയാക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഷെൻ ആണെങ്കിൽ ഷൂയാനോട് നീ എന്തെങ്കിലും പോകുമ്പോഴേ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ എന്ന് നിന്റെ ഓഫീസിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കും, എല്ലാവരും അറിയട്ടെ നീ കല്യാണം കഴിഞ്ഞതല്ലേ, എങ്ങനെയാ നിന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടത്, എന്ത് കൃത്രിമം കാണിച്ചാ നീ അവനെ നേടിയെടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വരെയാണ്. പക്ഷെ ഇവളെ സ്വയം കൂളാക്കി നീ എന്ത് വേണോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഷൂയാനാണെങ്കിൽ ഇപ്പോൾ ലിനെ കാണാൻ വേണ്ടി അവൾക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാണ്. എന്നിട്ട് ഇവളോട് ഷെൻ ഇവളെ കാണാൻ വന്ന കാര്യവും ലിനിനോട് പറയുന്നു. അപ്പോൾ ലിനാണെങ്കിൽ അത് കേട്ട് നല്ല ദേഷ്യം വരെയാണ്. അവനായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോ അവൻ എന്നെ കുറ്റപ്പെടുത്താത്ത ദിവസങ്ങളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പൊ എന്തിനാ അവൻ എന്റെ പുറകെ നടക്കുന്നത്, ഇപ്പൊ പിന്നെ ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് പോലും അവൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്, ഇതെന്ത് കഷ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഷൂയാൻ ഇവളോട് ഇവളുടെ തീരുമാനം എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലിൻ ഷൂയാനോട് എനിക്കിനി ഒരിക്കലും അവനോട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ അവനോട് നേരിട്ട് തന്നെ പറഞ്ഞേക്കാം, അപ്പൊ അവന് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ ഷൂയാൻ അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല, ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ അവന്റെ ഫാമിലിക്ക് വേണ്ടത് പൈസയാണ്, നീ പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ഞാനത് കൈകാര്യം ചെയ്തോളാം, പിന്നെ അവൻ ഇവിടെ നിന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവന്റെ പാരന്റ്സ് തന്നെ നിയന്ത്രിച്ചോളും, അവർക്ക് അവരുടെ പൈസ കിട്ടിയാൽ അവരെന്തായാലും ഇവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോക്കോളും, പിന്നെ ഈ ഒരു പൈസയുടെ കാര്യം ഞാനിപ്പോ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കും, ഞാൻ ഏത് കുടുംബത്തിലും മരുമകളാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം, പിന്നെ അത് എന്റെ ഫാമിലി ലൈഫിനായിരിക്കും ബാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ലിൻ നീ ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണല്ലേ ചെയ്യുന്നത്, ഞാൻ കാരണം നിന്റെ കള്ളം പൊളിയാൻ പാടില്ല, അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഷൂയാനും അതെ അത് തന്നെയാണ് വേണ്ടത്, ഞാൻ നിന്നെ പോലെയല്ല, എന്റെ കാര്യത്തിനാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ലിൻ ഇനി നീ എന്റെ കാര്യങ്ങളൊന്നും ഇടപെടണ്ട, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും പോവയില്ല, പിന്നെ ഈ വീടിന്റെ പൈസയും അവന് കൊടുക്കുന്ന പൈസയൊക്കെ നീ ലോൺ ആയിട്ട് കൂട്ടിക്കാം, ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർത്തേക്കാം എന്ന് പറയുമ്പോൾ ഷൂയാൻ എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ശരിക്കും ഷൂയാനാണെങ്കിൽ ഇവളെ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മറ്റൊരു രീതിയിലാണ് ഇവളോട് പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ ലിൻ നോക്കുന്ന സമയത്ത് ഒരു ലോഡ് സാധനങ്ങളാണ് ഇവൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഷൂയാൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഹാമിങ് ആണെങ്കിൽ ഷെനിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനോട് ഷെൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും അത് മാഡത്തിന്റെ കസിന്റെ ഫിയാൻസിയാണ്
ആണ് എന്ന് പറയുമ്പോൾ ഹോമിങ് അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയാനായിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ ഷെനിന്റെ ഫാമിലിക്കാണെങ്കിൽ ആ ഒരു തുക കിട്ടിയിരിക്കുകയാണ്. അത് ഷുയാൻ അയച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവർ അവനെ വിളിച്ച് നാട്ടിലേക്ക് വാ, നീ ഇനി അവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ വരില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഞാൻ അങ്ങോട്ടുള്ളൂ. അവള് ഞാനുമായിട്ടുള്ള വിവാഹം ക്യാൻസൽ ചെയ്തത് അവൾക്ക് വേറെ അഫെയർ ഉണ്ടായിട്ടാ, അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഇനി അറിഞ്ഞിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തില് ഫോൺ വെക്കാണ്. പക്ഷെ അതിനുശേഷം ഇവനാണെങ്കിൽ ഇവൻ ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. ഇവൻ ലീവ് എന്തോ എടുത്തിട്ടാണ് പോയിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ക്യാൻസൽ ചെയ്യിപ്പിച്ച് ഇവനോട് തിരിച്ചു ജോലിക്ക് കയറാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതും ഇവന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഇവനെ വിളിച്ചേക്കുന്നത്. ഹെഡ് എന്തിനാണ് ഇവനെ വിളിപ്പിച്ചതെന്ന കാര്യങ്ങളൊന്നും ഇവന് മനസ്സിലാവുന്നില്ല. ഇവന്റെ ലീവിന്റെ കാര്യത്തിലൊക്കെ ആ ഒരു വ്യക്തി എന്തിനാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. മേ ബി ഇവിടെ ഹാമിങ് ഇടപെട്ടത് കൊണ്ടാവാം. എന്നാൽ ആ ഒരു കാര്യം ഷെൻ അറിയുന്നില്ല. അതിനുശേഷം ഇവിടെ വീട്ടിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ഫുഡും കാര്യങ്ങളൊക്കെ മത്സരിച്ച് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. രണ്ടുപേരും അവരുണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ പരസ്പരം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ആ ഒരു സമയത്തൊന്നും തന്നെ ഹാമിങ് ഷെനിനെ കുറിച്ച് ഇവൻ അറിഞ്ഞ കാര്യങ്ങളോ ആ വ്യക്തിയെ പറ്റിയോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അവര് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ മൊമെന്റ്സ് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഹോമിങ്ങിനാണെങ്കിൽ ഇവനിപ്പോ മറ്റൊരു കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷെ ആ ഒരു കമ്പനി ആണെങ്കിൽ ഇവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് മിസ്റ്റർ ഹോങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ സ്ട്രക്ചർ വിലയിരുത്താനായിട്ട് ഇവൻ അസിസ്റ്റന്റിനോട് ഏൽപ്പിക്കുന്നു. പക്ഷെ ആ ഒരു കമ്പനി ഇവന്റെ പ്രപ്പോസൽ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇവനിപ്പോ ആ ഒരു കാര്യം വല്ലാതെ അലട്ടുന്നുണ്ട്. ആ ഒരു കമ്പനിയായിട്ട് ഇപ്പോൾ ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവന് നല്ലതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവന്റെ അമ്മയോട് വന്ന് ആ ഒരു പ്രശ്നത്തിൽ അച്ഛനോട് ഒന്ന് ഇടപെടാനായിട്ട് പറയാണ്. പക്ഷെ അച്ഛനാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അമ്മ പറയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ വീണ്ടും നിരാശയിലാവാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഷോയാണ് പക്ഷെ മനസ്സിലാവാണ്. ഇവര് ഇപ്പൊ ഉള്ളത് ഇവന്റെ ഫാമിലി വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അന്ന് നൈറ്റ് ഇവളെ ഹോമിങ്ങിനെ കൂട്ടി അവിടുത്തെ പൂളിന്റെ അടുത്തേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് കാണിച്ച് ഇത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഇത് നീ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഇത് ഞാൻ ചെറുതിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഈ ഒരു ഏരിയ പുതുക്കി പണിയാനായിട്ട് നോക്കി. പക്ഷെ ആ ഒരു സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോ എല്ലാവരും ഇവിടെ കെട്ടിയടക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ അതിനെ സമ്മതിച്ചില്ല. ഞാനാണ് അന്ന് ഇങ്ങനൊരു ഏരിയ തയ്യാറാക്കിയത് എന്ന് പറയുമ്പോൾ ഇവൾ അറിയാൻ നന്നായിട്ട് അന്ന് ക്രാഫ്റ്റ് ഒക്കെ എങ്ങനെയാ ചെയ്തത്? അത് കുട്ടിക്കാലത്ത് ഇതിലൊരു കരടിയുണ്ട്, ഒരു ക്യൂട്ടായിട്ടുള്ള ജനലുണ്ട്, സ്വന്തമായിട്ട് ഒരു ഏരിയ തന്നെ കരടിക്ക് കൊടുത്തേക്കല്ലേ. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു കരടി ഒറ്റയ്ക്കുള്ളത് പോലെ തോന്നുന്നത്. അതിനെന്തായാലും ഇപ്പൊ ഒരു വെളിച്ചം ആവശ്യമാണ്, അത് ഞാൻ കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാമ്പ് ഓൺ ചെയ്യുന്നു. ഇനി ഈ കരടി ഒരിക്കലും ഇരുട്ടിലായിരിക്കേണ്ട കാര്യമില്ല, ഒറ്റയ്ക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവനോട് ഞാൻ നിങ്ങളോടൊപ്പം കൂടിയത് സന്തോഷം മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ദുഃഖങ്ങളിലും ഒറ്റപ്പെടലിലും താങ്ങായിട്ട് കൂടിയാണ്. എന്റെ അടുത്ത് നിന്ന് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം, അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഒരുപാട് ആശ്വാസവും എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇവന്റെ കൂടെ ഉണ്ട് എന്നൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹോമിങ് വളരെ സന്തോഷമായിട്ട് ഇവളെ ഹഗ് ചെയ്യാണ് താങ്ക്സ് പറഞ്ഞ്. അതിനുശേഷം ഹോമിങ്ങിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി ഷൂയാണെങ്കിൽ ഇപ്പോൾ മെലിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഹോങ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. സോ ഇവരും ഇവളോട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വ്യക്തിയേ അല്ല, അയാൾ ഒരു റോബോട്ടാ, സന്തോഷമില്ല ദുഃഖമില്ല ഒരു ഫീലിങ്സ് പുറത്തു കാണിക്കാത്ത ഒരു വ്യക്തിയാ, അയാളുമായിട്ടുള്ള ഡീലിങ്സിലൊന്നും നിൽക്കാതെ തന്നെ നല്ലത് എന്ന് പറയുമ്പോ ഇവള് അയാള് അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും അതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ മെലിൻ നീ ഭയങ്കര സ്മാർട്ട് ആണല്ലോ, നീ ചോദിച്ചത് വളരെ ശരിയാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞ എനിക്കറിയാം, പുള്ളിക്കാരന്റെ വൈഫായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി റിലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ റിലേഷൻഷിപ്പ് കണ്ട് അസൂയപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരന്റെ വൈഫിന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ എന്തോ അസുഖവും കാര്യങ്ങളൊക്കെ ബാധിച്ചു. അവർക്ക് വേണ്ടി അദ്ദേഹം ബിസിനസ്സും കാര്യങ്ങളും വരെ എല്ലാം ഉപേക്ഷിച്ച് വൈഫിനോടൊപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയും പോയി നടത്തിയെങ്കിലും അവസാനം അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം മുതൽ പുള്ളി ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതുവരെയും പുള്ളി വരെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവള് അപ്പോ അദ്ദേഹം വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല സ്വഭാവക്കാരനാണ്, അല്ല അദ്ദേഹത്തിന് ഫാമിലി എന്ന് പറയാനായിട്ട് മറ്റാരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ മെലിൻ ഇല്ല, അവർക്ക് കുട്ടികളൊന്നും ഇല്ല, പിന്നെ ആകെയുള്ളത് പുള്ളിക്കാരന്റെ അമ്മായിയമ്മയാണ്. പുള്ളിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് അവരോട് മാത്രമാണ്, അവരുടെ കാര്യങ്ങളൊക്കെ അയാൾ വളരെ നന്നായിട്ട് നോക്കുന്നത്. പക്ഷെ അവർക്കിപ്പോ ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു നഴ്സിംഗ് ഹോമിലാക്കിയിരിക്കുകയാണ്. വൈഫ് മരിച്ചെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹം അവരെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി അയാൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഇവള് ആ ഒരു നഴ്സിംഗ് ഹോമില് ഒരു ചെറിയ ഡൊണേഷനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് എത്തുകയാണ്. സോ ഇവളെ അവര് ഒരു ബഹുമാനത്തോടെ കൂടി ആയിരിക്കുമല്ലോ സ്വീകരിക്കുന്നത്. ഇവളും ആ ഒരു സ്റ്റാഫിനോട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അവരോട് യു ഷിഫൻ എന്നൊരു വ്യക്തി ഇവിടെ താമസിക്കുന്നുണ്ടോ, എനിക്ക് അവരെ ഒന്ന് കാണണം, എന്റെ ഹസ്ബൻഡിന് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റാഫ് കുറച്ച് സഹതാപത്തോടു കൂടിയാണ് ഇവളെ നോക്കുന്നത്. ഇവളും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് അത് പറയാൻ വരുന്നതിന് മുന്നേ തന്നെ അവിടെ എന്തോ ബഹളവും കാര്യങ്ങളൊക്കെ നടക്കാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പോകുമ്പോൾ ഇവളും അവരുടെ പിന്നാലെ തന്നെ ചെല്ലുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തി മറ്റാരുമല്ല, ഇവളെ കാണാൻ
വന്ന ആ ഒരു ഹോങ് എന്ന് പറയുന്ന ആളുടെ അമ്മായിയമ്മ തന്നെയാണ്. സോ ഇവളും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റാഫ് ഇവരെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്ന വ്യക്തി, ഇവർക്ക് അൽഷിമേഴ്സ് ആണ്, അത് മിഡ് സ്റ്റേജ് ആണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റിനും കാര്യങ്ങളൊക്കെ ഒരു പരിധിയുണ്ട്. അതും പുള്ളിക്കാരി സഹകരിക്കാറൊന്നുമില്ല, എക്സസൈസ് ചെയ്യാറില്ല, നേരെ ചൊവ്വേ മെഡിസിൻ എടുക്കാറില്ല. അതൊക്കെ നേരെ കൊണ്ടുപോയാൽ മാത്രമേ ഇവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഫുള്ള് അടിച്ച് നശിപ്പിച്ചിട്ട് ഏതോ ഒരു കള്ളം കീറി എന്ന് പറഞ്ഞിട്ടാണ് അവിടെയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ അടിച്ച് നശിപ്പിക്കുന്നത്. എന്നിട്ട് ഇവരാണെങ്കിൽ പെട്ടെന്ന് പോയി അവിടെയുള്ള ഒരു കബോർഡ് തുറന്ന് ഒരു ബോക്സ് പുറത്തേക്ക് എടുക്കുന്നു. അതിലാണെങ്കിൽ ഫുള്ള് ഇവർ മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഓരോ ബോൾസ് ആണ് ഉള്ളത്. അതാണെങ്കിൽ അവർ വളരെ താല്പര്യത്തോടു കൂടി എടുത്തു നോക്കുന്നത് ഷുയാൻ ശ്രദ്ധിക്കുന്നു. സോ ഇവർ ഈ സ്റ്റാഫിനോട് അവരെന്തായി ചെയ്യുന്നത്, അതെന്താ സാധനം എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ് അത് പുള്ളിക്കാരിയുടെ മകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആഹാരമാണ്, വെജിറ്റബിൾ ബോൾസ്. മകൾക്ക് വേണ്ടിയിട്ട് അത് അവരുണ്ടാക്കുന്നത്. യഥാർത്ഥ വെജിറ്റബിൾ ബോൾസ് ആണെന്ന് കരുതിയ പുള്ളിക്കാരി ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവള് അല്ലാതെ അവർ കഴിക്കുകയാണെങ്കിൽ ഡേഞ്ചർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ് ഞങ്ങളും ആദ്യം ഇത് പേടിച്ചിരുന്നു, പക്ഷെ അവരത് ഉണ്ടാക്കി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ, അത് കഴിക്കാറൊന്നുമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇവളെ മനസ്സിലാക്കി ഇവളെ വീട്ടിലേക്ക് വന്ന് ഇവള് ഇപ്പോ വെജിറ്റബിൾ ബോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മുത്തശ്ശിയുടെ കയ്യിൽ റെസിപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവൾക്കും കുട്ടിക്കാലത്ത് അവർ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നതിന് നിനക്ക് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് എന്ന്. അപ്പൊ ഇവള് പറയുന്നത് എനിക്ക് മുത്തശ്ശിയുടെ ഫുഡ് മിസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ്. സോ അവർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇവള് ആ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവള് തലേന്നുണ്ടാക്കിയ ആ ഒരു വെജിറ്റബിൾ ബോൾസ് ഒക്കെ ആയിട്ട് ഈ ഒരു മുത്തശ്ശിയെ കാണാനായിട്ട് എത്തുന്നു. ഇവളെ കാണുമ്പോൾ തന്നെ ഇവര് നീ ആരാ എന്ന് ചോദിക്കും. ഇവളും ഞാൻ ഷുയാനാണ്, മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ ഇവളെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അവര് വീണ്ടും ആ ഒരു ബോൾസ് ഉണ്ടാക്കുന്ന വർക്കിൽ തന്നെയാണ്. അപ്പൊ ഇവള് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ മുത്തശ്ശി ചെയ്യുന്ന ജാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുണ്ടാക്കിയതാ, ഇതില് ഒരുപാട് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ധൈര്യമായിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് അത് കഴിക്കാനൊക്കെ ആയിട്ട് ഇവരുടെ കൈ വൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവളെ ചോദിക്കുന്നു. പക്ഷെ അവര് അപ്പോഴും ഇവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. ഇവരുടെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനത്തെ വ്യക്തി മുന്നിൽ ഇരിപ്പുണ്ട് എന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇവളെ മുത്തശ്ശിയോട് മുത്തശ്ശിയായാലും എന്റെ മുത്തശ്ശിയായാലും ഒരുപോലെ ഒരേ വർഷം നിങ്ങൾ ജനിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു കാലഘട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവര് പെട്ടെന്ന് ഇവളെ ശ്രദ്ധിക്കുന്നു. സോ ഇവളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു കേക്കും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മൈൻഡ് മാറി അല്ല നീ ആരാ, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് വീണ്ടും ചോദിക്കാണ്. അപ്പോ ഷുയാൻ വീണ്ടും ഞാൻ ഷുയാനാണ് എന്ന് പറയുന്നു. പക്ഷെ ഇവരാണെങ്കിൽ നീ എന്റെ വെജിറ്റബിൾ ബോൾസ് കട്ടെടുക്കാൻ വന്ന കള്ളിയല്ലേ എന്ന് പറഞ്ഞ് അവര് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കേക്ക് എല്ലാം വാരി ഇവളെ എറിയാനായിട്ട് തുടങ്ങാണ്, ഇവളെ ആക്രമിക്കുന്നു. അപ്പോ ഇവളാണെങ്കിൽ വളരെ ക്ഷമയില്ല, മുത്തശ്ശി ഞാൻ ബോൾസ് എടുത്തോണ്ട് പോകാൻ വന്നതല്ല, ബോൾസ് തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾ ബോൾസ് എടുത്തു കൊടുക്കുമ്പോ ഇവരൊന്ന് ശാന്താവുകയാണ്. അത് കണ്ട് പെട്ടെന്ന് അവർ ഇമോഷണൽ ആയിട്ട് ഇത് എന്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ എന്ന് പറയുമ്പോൾ ഇവളും അത് ഇവരോട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നു. ഇവരുടെ മകള് മരണപ്പെട്ടതാണല്ലോ, സോ അതുകൊണ്ട് തന്നെ മകളുടെ ഓർമ്മയിലാണ് ഇവരിപ്പോ ഫുള്ള് ജീവിക്കുന്നത്. സോ അത് പറഞ്ഞ് ഈ ഒരു മുത്തശ്ശി ഇമോഷണൽ ആവുന്നത് കാണുമ്പോൾ ഇവൾക്കും സങ്കടാവുകയാണ്. ഇവർക്ക് അപ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോകുന്നുണ്ട് ഇവളോട് നീ ആരാ, നീ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവളെ വീണ്ടും വീണ്ടും ഇവൾ ആരാണ്, എന്തിനാ വന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ ഡെയിലി ഈ ഒരു മുത്തശ്ശിയെ കാണാനായിട്ട് എത്തുന്നു. ഇവരുടെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കാണ്, അവരോടൊപ്പം ഒരുപാട് സമയം ചെലവിടുന്നു. ഇവള് ആ ഒരു വെജിറ്റബിൾ ബോൾസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ തുടങ്ങി മുതല് ഈ ഒരു മുത്തശ്ശി ഇവളെ ആക്രമിച്ചിട്ടില്ല. അവരുടെ ആ ഒരു കണക്ഷൻ വളരെ നല്ല രീതിയിൽ ഷുയാൻ കൊണ്ടുപോവാണ്. ഇവൾ അവരെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നു, അവരെ ചിരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കള്ളനെ പിടികൂടാൻ എന്ന പോലെ അവരോടൊപ്പം ആ ഒരു മൈൻഡിൽ പ്രവർത്തിക്കുന്നു. അത് മാത്രമല്ല ഇവർക്ക് മരുന്നൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഓരോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് ഇവൾ തന്നെ ഇവരെ കൊണ്ട് ആ ഒരു മരുന്നൊക്കെ കഴിപ്പിക്കുന്നു സമയത്തിന്. അങ്ങനെ പോകെ ഇവളെ ആ ഒരു മുത്തശ്ശി അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ അവരുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവൾ അവരോട് ഇപ്പോ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ മുത്തശ്ശിക്ക് ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നത് ഓർമ്മ വരുന്നത്. ഞാൻ എന്റെ മുത്തശ്ശിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയോട് എന്നോടൊപ്പം വന്ന് താമസിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഓരോ കാരണങ്ങൾ പറഞ്ഞു മുടക്കും. നിങ്ങൾ രണ്ടുപേരും കണക്കാം, മക്കളെ ബുദ്ധിമുട്ടിക്കരുതെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൈൻഡ് മാറിയിട്ട് ഇവരുടെ മകളെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ തന്നെ തോന്നി. അല്ല നീ എപ്പോഴാ വന്നത്, നിന്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ബോൾസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൾക്ക് അത് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നീ ഇത് ചൂടാക്കി കഴിക്കണം, ഇത് നല്ല തണുത്തിരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളും അവരോട് വേറെ ഒന്നും പറയുന്നില്ല. അവരോടൊപ്പം ആ ഒരു സന്തോഷത്തില് പങ്കുചേരുകയാണ്. ഇവളെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മുത്തശ്ശിക്ക് ഒരുപാട് വിഷമാവുമല്ലോ. സോ അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കാര്യം പറയുന്നില്ല. അങ്ങനെ അവരുടെ ആ ഒരു ബോണ്ടിങ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവള് ഈ മുത്തശ്ശിയായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് നമ്മുടെ ഹോമിങ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒരാളെ സമീപിച്ചിരുന്നല്ലോ, അതായത് ഈ ഒരു മുത്തശ്ശിയുടെ മരുമകൻ, അദ്ദേഹം കാണുകയാണ്. ഇദ്ദേഹത്തിന് അതുകൊണ്ട് വളരെ സന്തോഷമാവാണ്. കാരണം ഇയാളുടെ വൈഫ് മരിച്ചതിൽ പിന്നെ അമ്മയെ ഒരുപാട് ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടൊന്നും കണ്ടിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫിനോട് അല്ല ഈ ഒരു പെൺകുട്ടി ആരാ എന്ന് തിരക്കുമ്പോൾ ഇവരും ഇത് മിസ് ഷുയാനാണ്, ഹോമിങ്ങിന്റെ വൈഫാണ്, പുള്ളിക്കാരി കുറച്ച് നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്, സാറിന്റെ മദറിനോടെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നോക്കുന്നത് പുള്ളിക്കാരി തന്നെയാണ്. ഷുയാന്റെ വരവിന് ശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ഇവരാണെങ്കിൽ അദ്ദേഹം വന്നിട്ടുള്ളതൊന്നും കാണുന്നില്ല. സോ മുത്തശ്ശിയോട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇവളോട് ഓക്കെ ഷുയാൻ എന്ന് പറയാണ്. അതായത് ഇവര് ഫസ്റ്റ് ടൈം ഇവളോട് ഇങ്ങോട്ട് ഇവളുടെ പേര് ഓർത്തു പറയാണ്. അത് കേട്ട് ഇവള് അല്ല മുത്തശ്ശിക്ക് എന്നെ ഓർമ്മയുണ്ടോ
എന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവര് ഞാൻ എപ്പോഴാ നിന്റെ പേര് മറന്നത്, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ എന്നെ കുറിച്ച് ഓർമ്മയുണ്ട് എന്ന് ചോദിക്കുമ്പോ ഇവര് ഫസ്റ്റ് ഇവള് കേക്ക് കൊണ്ടുവന്ന കാര്യവും കള്ളനെ പിടിക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്ത കാര്യവും ഇവരുടെ കൂടെ ഫോട്ടോ എടുത്ത കാര്യവും ഇവര് എന്നും എക്സർസൈസ് ചെയ്യുന്ന കാര്യവും ഒക്കെ തന്നെ ഓർമ്മിച്ച് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അവരുടെ ആ ഒരു മെമ്മറിയിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇദ്ദേഹവും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. സോ അതിനുശേഷം ഇപ്പൊ ഹോങ് ആണെങ്കിൽ ഹാമിങ്ങിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവനോട് നീ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വേണ്ടത്ര പരിഗണിച്ചില്ല, അതുകൊണ്ടാണോ എന്റെ അമ്മായിയമ്മയെ നോക്കാൻ വേണ്ടി നീ നിന്റെ വൈഫിനെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഹാമിങ് ഇതുവരെ ആ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഷുയാൻ ഇവനോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടേയില്ല. സോ ഇയാളും അത് നീ അറിഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? എന്തായാലും ഈ അടുത്ത മുതൽ എന്റെ അമ്മായിയമ്മയെ ഷുയാൻ വളരെ നല്ല രീതിയിലാണ് നോക്കുന്നത്. അവരുടെ കണ്ടീഷൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയില്ലെന്നാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവനും ഇല്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചിലപ്പോ അതൊരു കോയിൻസിഡൻസ് ആയിരിക്കും, എന്തായാലും എന്റെ നന്ദി ഷുയാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാണ്. ഇവന്റെ കമ്പനിക്ക് നഷ്ടമുള്ളതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റേതായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. സോ ആ ഒരു കാര്യം ഹോമിങ് പറഞ്ഞിട്ട് ഇവരുടെ രണ്ട് കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും അതിന്റേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇദ്ദേഹവും ആദ്യം ഇതിനോട് അടുക്കാത്തൊരു വ്യക്തിയായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് ഹോമിങ്ങിനോട് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഷൊയാന്റെ ഓഫീസിലാണെങ്കിൽ എല്ലാവരും വലിയൊരു ന്യൂസ് കണ്ട് അന്തം വിട്ട് നിൽക്കാണ്. അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും അതിനെപ്പറ്റിയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോ സിവേ ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവരും ഇവളോട് ഒരു പെൺകുട്ടി ഒരുപാട് വിവാഹാഭ്യർത്ഥനകൾ നടത്തി പൈസയും പ്രോപ്പർട്ടീസ് ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, അതും കല്യാണം എല്ലാം റിയൽ ആയിട്ടാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവളൊരു ഫേക്ക് ആയിട്ടുള്ള ഫാമിലി തന്നെ ഉണ്ടാക്കി, അതെല്ലാം തന്നെ ഫ്രോഡുകളാണ് എന്ന് പറഞ്ഞ് ആ ഒരു വിവാഹത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് സിവേ ആണെങ്കിൽ ആ കൂട്ടത്തില് നമ്മുടെ ഷുയാന്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെ കാണുകയാണ്. സോ ഇവൾക്ക് ഇയാളെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ വരെയാണ്. അത് ഷുയാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. സോ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എന്റെ ഫോണിലോട്ട് അയക്കാൻ പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇവളുടെ മാനേജറിനെ വന്ന് കണ്ട് സർ നിങ്ങൾ ഷുയാന്റെ വെഡിങ്ങിന് പോയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹവും അതെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങള് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതെന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അതെന്തിനാ നീ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് എന്റെ ഒരു ഫ്രണ്ട് അടുത്ത വിവാഹം കഴിക്കാൻ പോകുന്നുണ്ട്, കുറച്ച് വലിയ കല്യാണമായിരിക്കും, സോ അതിനു മുന്നേ ഒരു വലിയ വിവാഹം കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഫോട്ടോസും കാര്യങ്ങളും പുറത്തു വിടുന്നതിന് വിലക്കുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അത് നിന്നെ കാണിക്കാനാവില്ല, പിന്നെ ഫോട്ടോസ് എന്തെങ്കിലും കാണണമെങ്കിൽ അത് ഷുയാനോട് തന്നെ ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് സാറിന് അറിയില്ലേ ഞാനും അവളായിട്ട് അത്ര ടൈമിലല്ലെന്ന്, ഞാൻ എങ്ങനെയാ ഇത് പോയി ഡയറക്റ്റ് അവളോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് കുണുങ്ങി സംസാരിക്കുമ്പോൾ ഇയാള് ശരി ശരി ഞാൻ കാണിച്ചു തന്നേക്കാം, പക്ഷെ നീ ഇവിടെ നിന്ന് കണ്ടിട്ട് പോക്കണം എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. അങ്ങനെ അദ്ദേഹം ഫോൺ എടുത്ത് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവളെ കാണിക്കുമ്പോൾ ഇവളാണെങ്കിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് അദ്ദേഹവും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ഇവളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ആ ഒരു ഷുയാന്റെ ഫാദറായിട്ട് അഭിനയിച്ച വ്യക്തിയെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൾ ആ ഫോട്ടോ മേടിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ സിവയാണെങ്കിൽ അവളുടെ അസിസ്റ്റന്റിനോടൊപ്പം ആ ഒരു ഷുയാന്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത വ്യക്തിയെ ഫോളോ ചെയ്ത് വന്ന് ഇദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇയാളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാള് മാഡം നിങ്ങൾ എന്തായി പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞ് ഇയാളുടെ ഒറിജിനൽ ഐഡിയയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ സിവേ നിങ്ങൾ പാനിക് ആവണ്ട, ഞങ്ങളുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, നിങ്ങൾക്കും ഗുണം ഉണ്ടാവും എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇപ്പോൾ ഷുയാനോട് വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഷുയാൻ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷുയാനും പെട്ടെന്ന് ഇവൾക്ക് എന്താ പറ്റിയത് എന്ന് ചിന്തിക്കുന്നുണ്ട്, എങ്കിലും ആ സുഖാണ് എന്ന് പറയുമ്പോൾ സിവേ അത് കേട്ടാ മതി, അല്ല നീ ന്യൂസ് ആങ്കർക്കുള്ള ഓഡീഷനിൽ പങ്കെടുക്കാൻ പോവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ എന്താ നീ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല ഞാൻ പങ്കെടുക്കുന്നില്ല, പക്ഷെ ഞാൻ ഇനി മുതൽ മറ്റൊരു ഷോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതായത് ഈ റിയൽ സ്റ്റോറീസ് ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഷോ, അതുവഴി പലരുടെയും മുഖംമൂടി ഉടനെ തന്നെ അഴിഞ്ഞു വീഴും, ഒരുപാട് ആളുകൾ ദുഃഖിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഷോയാന് എന്തോ ഡൗട്ട് വരെയാണ് ഇവളെ കുത്തി സംസാരിക്കുന്നത് പോലെ, പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇവളാണെങ്കിൽ ആ ഒരു ന്യൂസ് ആങ്കർക്കുള്ള ഓഡീഷനിൽ പങ്കെടുക്കുന്നു. വളരെ നന്നായിട്ട് തന്നെയാണ് ഇവളെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവളുടെ കൊളീഗെല്ലാരും റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവള് എന്തായാലും വിജയിയായിരിക്കും, ഇവൾക്ക് ആ ഒരു പൊസിഷൻ കിട്ടും, ഞങ്ങൾക്ക് എന്തായാലും ട്രീറ്റ് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവളെ നിർബന്ധിക്കുമ്പോൾ ഇവളും ശരി ആയിക്കോട്ടെ ഇന്ന് എന്റെ വക തന്നെ ട്രീറ്റ് എന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സിവയാണെങ്കിൽ മാനേജറിനോടൊപ്പം വന്നിട്ട് ഷോയാനോട് എടി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന്, ഇന്ന് അതിന്റെ ഡെമോയാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഗസ്റ്റ് എത്തിയിട്ടില്ല, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഇന്ന് ഗസ്റ്റ് ആവാൻ പറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഷുയാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ബിസിയാണ് എന്ന് പറയുമ്പോൾ മാനേജർ ഷുയാനോട് ഇത് ജസ്റ്റ് ഒരു ഡെമോ അല്ലേ, എന്നെ കൊണ്ട് എന്തായാലും സാധിക്കും എന്ന് പറഞ്ഞ് ഇവളെ നിർബന്ധിക്കുമ്പോൾ ഇവൾക്ക് നോ പറയാനാവുന്നില്ല. സോ സമ്മതിക്കേണ്ടി വരുന്നു. സിവേ മാത്രമാണ് വന്ന് ഈ ഒരു സഹായം ചോദിച്ചതെങ്കിൽ എന്തായാലും ഷുയാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവളത് മനസ്സിലാക്കി മാനേജറിനെയും പൊക്കിക്കൊണ്ട് വന്നത്. അതിനുശേഷം ഇവള് സിവയുടെ ആ ഒരു ഷോയില് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ സിവയാണെങ്കിൽ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്,
ഈ അടുത്ത് നമ്മൾ കണ്ട ഒരു ന്യൂസാണ് ഈ വിവാഹ തട്ടിപ്പ്. ഒരു പെൺകുട്ടി ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കി ഒരുപാട് കോടികൾ പല വ്യക്തികളിൽ നിന്ന് തട്ടിയതായിട്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഷുയാന് ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. സോ സിവയാണെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂസിന്റെ വിഷ്വൽസ് കാണാം എന്ന് പറഞ്ഞിട്ട് ചിലത് കാണിക്കാണ്. പക്ഷെ അതിലാണെങ്കിൽ ഇവളുടെ ഫാദറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ളവരെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അത് കണ്ട് ഷുയാൻ നന്നായിട്ട് തന്നെ ഷോക്ക് ആവുന്നു. അപ്പോ സിവയാണെങ്കിൽ ഈ ഒരു വിവാഹത്തിലെ പ്രധാന തട്ടിപ്പുകാരനായിട്ടുള്ള ഒരു വ്യക്തി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവളുടെ ഫാദറായിട്ട് അഭിനയിച്ച ആ ഒരു വ്യക്തിയെ ഗസ്റ്റ് ആയിട്ട് വിളിപ്പിക്കുകയാണ്. ഇയാളും അങ്ങോട്ടേക്ക് എത്തി ഇവൾക്ക് കൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് ഷോയാനെ നോക്കി ആ മാഡം നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച അറിയുന്ന പോലെ സംസാരിക്കുന്നു. അപ്പോ സിവയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ അറിയോ എന്നിങ്ങനെ കുത്തി ചോദിക്കുമ്പോ ഇയാളും അതെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ ഇവള് അല്ല നിങ്ങൾ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഷുയാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ സിവയെ സാറില്ല നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇരുത്തിയിട്ട് ഓരോ ക്വസ്റ്റ്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങുകയാണ്. സോ ഷുയാന് സിവയെ മനഃപൂർവ്വം തന്നെ വിളിപ്പിച്ച് പണി തന്നതാണ് എന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ ഇയാളോട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഫ്രോഡ് മാരേജിൽ പങ്കെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് അത് അവർക്ക് ഗസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ടായിരുന്നു, പക്ഷേ ഞാനത് ഫേക്ക് മാരേജ് ആണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവള് അപ്പോ നിങ്ങൾ ചെയ്തത് ഒരു കുറ്റം തന്നെയല്ലേ, ഇത് പുറത്തറിഞ്ഞാല് നിങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, അതെല്ലാം ആ വധുവിന്റെ തെറ്റല്ലേ, അവളെ ക്ഷണിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത്, ഞാനിപ്പോ ഇത് ചെയ്തതിൽ നല്ലോണം തന്നെ ഖേദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതേ സംസാരിക്കുമ്പോൾ ഇവള് നിങ്ങൾ എന്തായാലും ഇനി നോക്കിയും കണ്ടും ജീവിക്കണം, ഇപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിയമങ്ങൾ അനുസരിച്ച് പെരുമാറാൻ വേണ്ടി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് നിങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാളും അതെ ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. സോ ഇവള് നല്ല അഹങ്കാരത്തില് ഷുയാനെ നോക്കിയിട്ട് നമുക്ക് ഇനി മറ്റു കുറച്ച് ഫോട്ടോസ് കാണാം എന്ന് പറഞ്ഞിട്ട് ഷുയാന്റെ ഫാമിലി ഫോട്ടോ പുറത്തുവിടുകയാണ്. ഇതിലുള്ളത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരു ന്യൂസ് കണ്ട് എല്ലാവരും ഷോക്കാവാണ്. ഇതെങ്ങനെയാ ഈ വ്യക്തി ആവുന്നത്, ഇത് ഇയാളാണോ, ഇവർ രണ്ടുപേരും ഒന്നാണോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോ ഷോയാണെങ്കിൽ സിവയോട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഈ ഒരു സ്റ്റോറിയെ കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ച പല കാര്യങ്ങൾ കണ്ടെത്താനായത് ഈ ഫ്രോഡ് കാണിച്ച വ്യക്തി തന്നെയാണ് നിന്റെ ഫാദറായിട്ട് നിന്റെ വിവാഹത്തിന് അഭിനയിച്ചത്. ഇത് വെച്ചിട്ടല്ലേ നീ മിസ്റ്റർ ഹോമിങ്ങിന്റെ ഫാമിലിയെ പരീക്ഷിച്ച് കല്യാണം നടത്തിയത്, നമ്മൾ ജേർണലിസ്റ്റുകളല്ലേ, സത്യം പുറത്തു കൊണ്ടുവരാനല്ലേ നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ കള്ളത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ പറ്റിക്കാനല്ലോ എന്ന് ചോദിച്ചിട്ട് ഇയാളോട് നിങ്ങൾക്ക് ഷോയാനെ ഒരുപാട് നാളുകളായിട്ട് അറിയാം, അപ്പോ നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉള്ളത്, ഈ ഫോട്ടോയിലുള്ളത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് നീ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്, നീ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഇങ്ങനൊരു മാർഗ്ഗം യൂസ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല, നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി എനിക്കെതിരെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ നീ ഇപ്പൊ കാണിക്കുന്നത് എന്റെ ലൈഫ് വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ സിവയാണെങ്കിൽ ഇയാളോട് നിങ്ങൾ തന്നെ പറ ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളല്ലേ ഇവളുടെ ഫേക്ക് ഫാദറായിട്ട് അഭിനയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളെ എല്ലാവരോടും അല്ല ഇത് ഞാനല്ല, ഈ ഫോട്ടോയിലുള്ളത് ഞാനല്ല എന്ന് പറയാണ്. അത് കേട്ട് ഇവള് ഷോക്കായി പോകുന്നു. അപ്പൊ ബാക്കിയുള്ളവരും ഈ രണ്ട് വ്യക്തികളും കാണാൻ ഒരുപോലെ തന്നെ ആണല്ലോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ സിവേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഈ രണ്ട് ഫോട്ടോയിലുള്ള വ്യക്തികള് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് മാഡം ആദ്യം കാണിച്ച ഫോട്ടോയിലുള്ള വ്യക്തി ഞാൻ തന്നെയാണ്, പക്ഷെ ഈ ഒരു ഫാമിലിയോടൊപ്പം നിൽക്കുന്ന വ്യക്തി ഞാനല്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഭ്രാന്താവാണ്. നിങ്ങൾ എന്ത് കള്ളത്തറയി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഞാനാണെങ്കിലല്ലേ അത് ഞാനാണെന്ന് പറയാൻ പറ്റുമോ, മിസ് ഷോയാന വിവാഹ ഫോട്ടോയിലുള്ളത് ഞാനല്ല, ചിലപ്പോ ഈ വ്യക്തി കാണാൻ എന്നെ പോലെ ആയിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞ് അത് ഞാനാവോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാദിച്ചു നിൽക്കാണ്. അപ്പൊ ഇവള് അപ്പൊ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ പരസ്പരം അറിയാവുന്നത്, എന്താ നിങ്ങളുടെ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അത് വലിയൊരു സ്റ്റോറിയാണ് മാഡം, ഒരിക്കല് ഫാമിലി ഫേസ്റ്റ് എന്ന പ്രോഗ്രാമിന് ഒരുപാട് ഗസ്റ്റുകളെ സ്റ്റേജിലേക്ക് ആവശ്യമായിരുന്നു, ഞാനും അന്ന് ആ പ്രോഗ്രാമിൽ കുറച്ച് അധികം തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അന്ന് ജോലി നിന്ന് ഹെൽപ്പ് ചെയ്തത് ഈ ഒരു മാഡമാണ്, പിന്നെ എങ്ങനെ ഞാൻ പുള്ളിക്കാരെ മറക്കുന്നത് എന്ന് ചോദിച്ച് അവിടെയും ഇവളെ വട്ടം കിടക്കുകയാണ്. അപ്പൊ ഷോയാനാണെങ്കിൽ നിനക്ക് വിശ്വാസം ഇപ്പോഴും വരുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് എവിഡൻസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനോട് ഇത് നിങ്ങളുടെ ബർത്ത് മാർക്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം കഴുത്തിലുള്ളത് കാണിച്ച് അതെ ഇതെന്റെ ബർത്ത് മാർക്കാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഷോയാൻ അസിസ്റ്റന്റിനോട് ഇവളുടെ ഫോൺ തരാൻ പറഞ്ഞിട്ട് ഇവളുടെ ഫാമിലി ഫോട്ടോ എന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് ഇതില് എന്റെ അച്ഛന്റെ കഴുത്ത ശ്രദ്ധിക്ക്, അദ്ദേഹത്തിന് ഈ പറയുന്ന ബർത്ത് മാർക്ക് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ ഒരു വ്യക്തി എന്റെ അച്ഛനാവുന്നത് എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരെ ഹയർ ചെയ്തിരുന്നല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മാർക്ക് ഇവളെ നോട്ട് ചെയ്തതാണ്. അപ്പൊ തന്നെ ഇദ്ദേഹത്തിനോട് ഇനി ഇവളുടെ ഫാദറായിട്ട് അഭിനയിക്കുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ബർത്ത് മാർക്ക് കാണാനോ അറിയാനോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇയാളും ഇവളോടൊപ്പം ആക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ ആ ഒരു ബർത്ത് മാർക്ക് പുറത്ത് കാണിച്ചിട്ടില്ല. സോ അതെല്ലാം കണ്ടും കേട്ടും ഇവളുടെ കിളി പറക്കാണ്. ഇവള് ഷോയാനെ അടിബദറി വീഴ്ത്തിക്കാം എന്നാണല്ലോ വിചാരിച്ചത്, പക്ഷെ ഫ്ലോപ്പ് ആയി. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തില് ഇവള് ഷോയാനെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ ഷോയാനാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് സിവയുടെ മുഖത്തോട്ട് ഒഴിച്ചു കൊടുക്കാണ്. നീ സ്വയം കാമാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഷോയാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫാദറും മറു സൈഡിലൂടെ ഇറങ്ങി ഓടുകയാണ്. സത്യത്തിൽ അയാളിപ്പോ ഇങ്ങനെ പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല് സിവയാണെങ്കിൽ മുന്നേ തന്നെ ഷോയാനെ കണ്ടിട്ട് താൻ പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഇവൾക്ക് അന്നേ ഒരു ഡൗട്ട് തോന്നിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിവൈ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഇവളുടെ ഫാദറിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ഫാദറിനെ. എന്നിട്ട് ഇദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോ ഇയാളും മാഡം ടെൻഷൻ ആവണ്ട, ആ കാര്യങ്ങളൊന്നും ആദ്യം പുറത്തറിയില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്,
ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവര് പ്ലാൻ ചെയ്ത പ്രകാരമാണ് ശിവയുടെ ആ ഒരു ഷോയില് ആക്ട് ചെയ്തത്. കക്കാൻ പഠിച്ചാല് നിൽക്കാനും പഠിക്കണം എന്നാണല്ലോ. സോ കറക്റ്റ് സമയത്ത് ഇവൾക്ക് ആ ഒരു കാര്യങ്ങള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഇവ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ശിവയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം പടച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മാനേജർ ഇവളോട് ഇനി നീ ഔട്ട്ഡോർ വർക്ക് മാത്രം ചെയ്താൽ മതി, ഹോസ്റ്റ് ആയിട്ടുള്ള പണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവളെ ചെയ്യാനിരുന്ന ആ ഒരു ഷോയും ഇനി ചെയ്യണ്ട, നീ എന്റെ കയ്യിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്റെ അനുവാദമില്ലാതെ എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം ലൈവ് അല്ലാതിരുന്നത് എന്റെ ഭാഗ്യം, എന്നെ കൊണ്ട് നീ ഇനി ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവളെ വെറും താഴേക്ക് കൊണ്ടിടാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ ഹോൾഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ആ ഒരു മാനേജറിനോട് ഒന്ന് സംസാരിക്കാനായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു. പക്ഷെ അമ്മയാണെങ്കിൽ ഇവളോട് നീ ഉണ്ടാക്കി വെച്ച പുലിവാല് നീ തന്നെ പരിഹരിച്ചാൽ മതി, അല്ലാത്ത പക്ഷം നീ എന്നെ വിളിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കളയുന്നു. ഇവളുടെ നല്ലൊരു പൊസിഷൻ ആണല്ലോ ഇവ പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അമ്മ ഇവളെ നൈസിന് ഒഴിവാക്കുന്നു. പക്ഷെ ആ ഒരു കാര്യം ഷുയാൻ കേട്ടിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് നീ എന്നെ താഴെ ഇറക്കാനല്ലേ നോക്കിയത്, പക്ഷെ ആരാ ഇപ്പൊ ശരിക്കും വീണത്, നീ എന്തൊക്കെ എനിക്കെതിരെ പ്രവർത്തിക്കാൻ നോക്കിയാലും അത് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോ സിവേ നീ നല്ലൊരു കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോ, നീ വലിയ കൊച്ചമായെന്നൊന്നും വിചാരിക്കണ്ട, നിനക്കൊരിക്കലും എന്റെ ചെരുപ്പ് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല, നിനക്ക് മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ വെറും ഫൂളാക്കാന്ന് നീ വിചാരിക്കണ്ട, നീ ഒരു കള്ളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് ഹോമിങ് വരികയാണ്. അത് ഷുയാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ സിവയിനോട് അതെ ഞാൻ കള്ളിയാണെങ്കിലും കള്ളത്തരം പറഞ്ഞാലും ചെയ്താലും അത് പിടിച്ചു നിർത്താനുള്ള കഴിവ് എനിക്കുണ്ട്, വേണമെങ്കിൽ നിന്നെ ഒരു പട്ടിയാക്കി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തെണ്ടിക്കാനും എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വന്ന് പെട്ടെന്ന് ഷുയാനെ തല്ലാണ്. ആ ഒരു തല്ല് അങ്ങോട്ടേക്ക് വന്ന ഹോമിങ് കാണുന്നു. സോ അവൻ പെട്ടെന്ന് ഷുയാൻ അടുത്തേക്ക് വന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തിനാ ഇവള് നിന്നെ തല്ലിയത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഹോമിങ്ങിനെ കാണിക്കാൻ വേണ്ടി ഭയങ്കര സങ്കടത്തിൽ കരയാനായിട്ട് തുടങ്ങുകയാണ്. അത് കണ്ട് സിവേ പോലും ഞെട്ടുന്നു. കാരണം ഷുയാൻ മനഃപൂർവ്വം തന്നെ ചോദിച്ചു വാങ്ങിയതാണല്ലോ ആ ഒരു അടി. ഷുയാൻ കരയുന്നത് കൊണ്ട് തന്നെ ഹോമിങ് വളരെ ദേഷ്യത്തില് നീ സിവയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവളുടെ സുപ്പീരിയറിനെ ആരെയോ വിളിച്ചിട്ട് സിവേ എന്ന് പറയുന്നവൾക്ക് ഈ ഒരു ഷോയില് ഇനി ഒരു പ്രോഗ്രാമും കൊടുക്കണ്ട, ഇവളെ പറഞ്ഞുവിട്ടേക്ക് എന്ന് വിളിച്ച് പറയാണ്. അത് കേട്ട് ഇവള് നല്ലോണം ഷോക്കാവുകയാണ്. പക്ഷെ ഷുയാൻ ആണെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തത്. സോ വളരെ ഹാപ്പി ആയിട്ട് അവള് ഹോമിങ്ങിനോടൊപ്പം അവിടെ നിന്ന് പോകുന്നു, ഒരു കടി കിട്ടിയാൽ പോലും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഷുയാൻ ആണെങ്കിൽ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇവൾക്ക് ആ ഒരു ഹോസ്റ്റ് പൊസിഷൻ ആയിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ്, ഇവളെ സെലക്ട് ആയി. സോ ഇവള് ഫസ്റ്റ് ടൈം ആ ഒരു ന്യൂസ് ആങ്കർ ആയിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.